നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ പെരട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഉരുളി വെച്ചിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ നെയ്യിലും ചെയ്തെടുക്കാം. അപ്പോൾ ഈ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവുള്ള പെരിഞ്ജീരകവും ഒരു 4-5 മുഴുവനായിട്ടുള്ള ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. ഏലക്ക പൊട്ടിച്ച് ചേർക്കണമെന്നില്ല, മൊത്തമായിട്ട് അതിനകത്തേക്ക് ഇടുമ്പോഴത്തേക്ക് ചൂടുള്ള എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് പൊട്ടിക്കിട്ടും. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 4 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 പച്ചമുളകും കൂടെ ചോപ്പ് ചെയ്തെടുത്താണ്. നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 2 കിലോ ചിക്കൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ അത് എരിവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്തുക. അപ്പോൾ അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിൻ്റെ പച്ചമണം മാറ്റിയെടുത്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് സവോള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു 2 കിലോ അളവിലേക്കുള്ള ചിക്കന് ഒരു 2 വലിയ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് സവോള മാറ്റം വരുത്തുക. 1 കിലോ ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു സവോള തന്നെ ഈ ഒരു പെരട്ടിന് ധാരാളം മതിയാവും. ഇത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വഴണ്ട് കിട്ടും. അപ്പോൾ വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കുക. ഇത് വഴറ്റി ഇതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി വരുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് ഇറക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒരു 3-4 വറ്റൽമുളക്, ചുമന്ന മുളക് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് നമ്മൾ മസാലയായിട്ട് ആകെപ്പാടെ പെരിഞ്ജീരകവും നമ്മുടെ ഏലക്കയും മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാഷ്യൂനട്ടൂടെ ചേർത്ത് കൊടുക്കുക. കാരണം ഈ ചിക്കൻ പെരട്ട് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല പ്രത്യേക ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ ചേർക്കണം എന്നൊരു നിർബന്ധമില്ല, തികച്ചും ഓപ്ഷണലാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 കിലോ ചിക്കൻ്റെ അളവിന് ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ അളവിലുള്ള നമ്മുടെ പിരിയമുളകിൻ്റെ പൊടിയാണ്. പിരിയമുളക് എന്ന് പറഞ്ഞാൽ ഒട്ടും എരിവില്ലാത്ത മുളക് പൊടിയാണ്. അത് കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ, എരിവുണ്ടാവില്ല. അപ്പോൾ എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുരുമുളകുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഈ 2 മസാലപ്പൊടികൾ മാത്രമേ മസാലയായിട്ട് ചേർക്കുന്നുള്ളൂ. പിന്നെ പെരിഞ്ജീരകവും നമ്മുടെ ഏലക്കയും. ഇത് നന്നായി റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിലുള്ള ടൊമാറ്റോ സോസ് ചേർക്കുക. ഈ ടൊമാറ്റോ സോസ് ഈ നമ്മുടെ ചിക്കൻ പെരട്ടിന് ഒരു പ്രത്യേക ടേസ്റ്റ് തരും. പിന്നെ നമുക്ക് തക്കാളിയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഇതിപ്പോൾ അതിൻ്റെ പച്ച മണമൊക്കെ മാറി എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അത്യാവശ്യം മീഡിയം പീസ് കട്ട് ചെയ്തിട്ടുള്ള 2 കിലോ ചിക്കനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില എത്ര ഇട്ടോ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചേക്കും. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊരു 10-15 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ചിക്കൻ്റെ വേവ് ഓരോ സ്ഥലങ്ങളിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ചിലയിടത്ത് ഒരു 20 മിനിറ്റൊക്കെ വരെ വേണ്ടി വരും. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിത് ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. ഞാനിവിടെ ഉരുളിയിൽ ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് തുറന്ന് നോക്കി ഇളക്കുന്നത്. നോക്കിയുമ്പോൾ പറയാം കുറച്ച് വെള്ളം അതിനകത്ത് മസാല ഇറങ്ങി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ അത്യാവശ്യം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കൻ ഒരു ഓൾമോസ്റ്റ് 85% വെന്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ അത് നമ്മൾ ഇളക്കി വെക്കുക. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കുക. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് കറക്റ്റ് ചെയ്യുക. ഇപ്പം നമുക്കിനി ചേർത്ത് ലാസ്റ്റ് ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ചിരണ്ടിയ തേങ്ങ ഞാനിവിടെ ഒരു 2-3 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് തോരനൊന്നും ചേർക്കുന്ന പോലെ തേങ്ങ ചേർക്കേണ്ട കാര്യമില്ല. ആ തേങ്ങ ഈ മസാലയിലൊക്കെ കിടന്ന് നമ്മുടെ ചിക്കനിലോട്ടൊക്കെ കോട്ടായി കഴിയുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി, നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉണ്ട്. കാരണം അധികം മസാലകളൊന്നുമില്ല, മല്ലിപ്പൊടിയോ നമ്മുടെ ഗരം മസാലയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ടോട്ടൽ മൊത്തം 1 ടേബിൾ സ്പൂൺ നിറയുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് എത്രത്തോളം ഫ്രൈ ആവണം എന്നുള്ളത്, അപ്പം ഒരു പൊതയനെന്നുള്ള രീതിയിലാണെങ്കിൽ ഇതിപ്പം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്
നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വേണമെങ്കിൽ ഇത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ചപ്പാത്തിക്കൊക്കെ കഴിക്കേണ്ടത് കൊണ്ട് ഒരുപാട് അങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ആക്കുന്നില്ല. അപ്പം ഫ്രൈ ഒക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിപ്പം ഈ ഒരു സ്റ്റേജിലാണ് ഇതിപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം. എനിക്ക് ടോട്ടൽ ഇപ്പോൾ ചിക്കൻ വെന്ത് കിട്ടാനായിട്ട് ഒരു 18 മിനിറ്റോളം സമയം എടുത്തിട്ടുണ്ട്. 18 മിനിറ്റ് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 25 മിനിറ്റോളം നിങ്ങൾക്കിതൊക്കെ അടുപ്പിൽ വെച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നോക്കുക. ഈ ഒരു ചിക്കൻ മസാലയല്ല, നമ്മുടെ ചിക്കൻ വരട്ടിയതിന് ഭയങ്കര ടേസ്റ്റാണ്. ആ തേങ്ങയുടെയും ഒരുപാട് മസാല ഒന്നുമില്ലെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. അവസാനമെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ കറിവേപ്പില ഇടാൻ മറക്കരുത്.